ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാമ്പത്തിക ബുദ്ധിമുട്ടോ പഠനമോ ജോലിയോ കാരണം വിവാഹം അനാവശ്യമായി വൈകിപ്പിക്കരുത്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു. ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഞാനൊരു യുവാവാണ്. എനിക്ക് കാമവികാരം ശക്തമായി അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു, ചിലപ്പോൾ അതെന്നെ കീഴടക്കുന്നു. പാപത്തിൽ അകപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതെൻ്റെ ഹൃദയത്തെയും മതജീവിതത്തെയും ബാധിക്കുന്നു. എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് ആവശ്യമായ ധനമില്ല. പ്രിയപ്പെട്ട ഷേഖേ, ഒരാൾ എൻ്റെ വിവാഹത്തിനായി പണം നൽകാൻ തയ്യാറാണ്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അള്ളാഹുവിന് കൂടുതൽ പ്രിയപ്പെട്ടത് ഏതാണ്? ആ പണം സ്വീകരിച്ച് വിവാഹം കഴിക്കണോ, അതോ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ എന്നെ ധനവാനാക്കുന്നത് വരെ ക്ഷമിക്കുകയും പാപമോചനം ചെയ്യുകയും ചെയ്യണോ? അപ്പം ഷേഖ് റഹിമഹുല്ല മറുപടി പറഞ്ഞു, അള്ളാഹു പറയുന്നു, വിവാഹം ചെയ്യാനുള്ള സൗകര്യം ലഭിക്കാത്തവർ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ അവരെ സമ്പന്നരാക്കുന്നതുവരെ ചാരിത്രം സംരക്ഷിക്കാൻ ശ്രമിച്ചു കൊള്ളട്ടെ. ഇത് സൂറത്ത് നൂറിലെ 24-ാം അധ്യായം 33-ാം വചനാണ്. എന്നാൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ എങ്ങനെയാണ് അവനെ സമ്പന്നനാക്കുക? ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയും ഇറക്കിത്തരുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരിക്കലുമല്ല. അതിൻ്റെ അർത്ഥം അള്ളാഹു അവന് അനുവദനീയമായ ഏതെങ്കിലും മാർഗത്തിലൂടെ സമ്പത്ത് നൽകുന്നത് വരെ എന്നതാണ്. അത് അനന്തരാവകാശത്തിലൂടെയാകാം, ഒരാളുടെ സമ്മാനത്തിലൂടെയാകാം, സ്വന്തം വരുമാനത്തിലൂടെയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനുവദനീയമായ മാർഗത്തിലൂടെയാകാം. കാരണം അള്ളാഹു ഏത് മാർഗത്തിലൂടെയാണ് സമ്പത്ത് ലഭിക്കേണ്ടതെന്ന് പ്രത്യേകം ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. അതിനാൽ എൻ്റെ ഈ സഹോദരനോട് ഞാൻ പറയുന്നത് ഇതാണ്: നീ ചോദിക്കാതെ നിനക്ക് ഈ പണം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. ആ പണം കൊണ്ട് വിവാഹം കഴിക്കുക. എന്നിട്ട് ഷേഖ് ദ്വാരക്കാണ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൽ ബർക്കത്ത് നൽകട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഷേഖ് റഹിമഹുല്ലയുടെ ഫത്വ ഇവിടെ അവസാനിച്ചു. ഷേഖ് ഉദ്ധരിച്ച ആയത്ത് 24-33 മുകളിലുള്ള സൂറത്ത് നൂറിലെ തന്നെ 24-32 അള്ളാഹു അവിവാഹിതരെ വിവാഹം കഴിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഇങ്ങനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതർക്കും നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നുമുള്ള നല്ല ആളുകൾക്കും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുവിൻ. അവർ ദരിദ്രന്മാരായിരിക്കുന്ന പക്ഷം അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ധന്യത നൽകുന്നതാകുന്നു. അള്ളാഹു വിശാലനും സർവജ്ഞനുമാകുന്നു. അതേസമയം ഷേഖ് ഉദ്ധരിച്ച 24-33 വിവാഹത്തിന് യാതൊരു മാർഗവും ലഭിക്കാത്തവർ അള്ളാഹു അനുഗ്രഹം നൽകുന്നതുവരെ ചാരിത്രം കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു. ഷേഖ് ഉസൈമീൻ റഹിമഹുല്ല വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് സ്വന്തം ജോലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനന്തരാവകാശം, അല്ലെങ്കിൽ സമ്മാനം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനുവദനീയമായ മാർഗത്തിലൂടെയാകാം. അതിനാൽ വിവാഹത്തിനായി ചോദിക്കാതെ ലഭിക്കുന്ന സഹായധനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിരിക്കാം. ഇന്ന് പലരും ആദ്യം നല്ല ജോലി കിട്ടട്ടെ, സാമ്പത്തികമായി പൂർണ്ണമായി ഉറപ്പാകട്ടെ, പഠനം മുഴുവൻ തീരട്ടെ, പിന്നെ വിവാഹമെന്ന ചിന്തയാൽ വർഷങ്ങളോളം വിവാഹം വൈകിപ്പിക്കുന്നു. സ്ത്രീകളുടെയും വിവാഹം പലപ്പോഴും ഇതേ കാരണങ്ങളാൽ വൈകുന്നു. ഇത്തരം വിവാഹ കാലതാമസത്തിന് ചിലപ്പോൾ മാതാപിതാക്കളും
ചിലപ്പോൾ മക്കളും കാരണമാകാറുണ്ട്. വിദ്യാഭ്യാസം നേടുന്നതും ഉപജീവനം തേടുന്നതും നല്ല കാര്യങ്ങളാണ്. എന്നാൽ അവ വിവാഹത്തെ അനാവശ്യമായി വൈകിപ്പിക്കാനുള്ള കാരണമായി മാറരുത്. പല സാഹചര്യങ്ങളിലും പഠനമോ ജോലിയോ വിവാഹത്തിന് ശേഷം തുടരാൻ സാധിക്കും. അതിനാൽ അവയെ വിവാഹം അനാവശ്യമായി വൈകിപ്പിക്കാനുള്ള കാരണമായി മാറ്റരുത്. അള്ളാഹു അനുവദിച്ച ഹലാലായ മാർഗത്തെ എളുപ്പമാക്കുകയും ഉപജീവനത്തിനും ജീവിതത്തിനും ബർക്കത്ത് നൽകുകയും ചെയ്യാൻ അള്ളാഹുവിൽ ആശ്രയിക്കണം. നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച് ലഭ്യമായ അനുവദനീയമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി വിവാഹത്തിലേക്ക് അതിനെ വൈകിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.